മേഘ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ഗുഡ് മോർണിംഗ് വിനിഷ, മനു. ഗുഡ് മോർണിംഗ്. മേഘയെങ്കിലും എന്നെ കൃത്യമായിട്ട് കണ്ടല്ലോ, സന്തോഷം. ആ സാനോജ് നേരത്തെ കണ്ടില്ല, ഗുഡ് മോർണിംഗ് തന്നതുമില്ല. അപ്പോൾ മേഘ, കോഴിക്കോട് നിന്ന് സംസാരിക്കുമ്പോൾ എന്താണ് ഇന്നിപ്പോൾ ഹർത്താലാണല്ലേ അവിടെ? ഹർത്താൽ ഈ ചേവായൂർ സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹർത്താലിലേക്ക് പോയിരിക്കുന്നു. ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഈ ഹർത്താലിന് ഏതെങ്കിലും തരത്തിൽ പിന്തുണ ലഭിക്കുന്നുണ്ടോ? എന്താണ് ഈ ഹർത്താൽ ദിനത്തിൽ കാണാൻ കഴിയുന്നത്? മനു, കോൺഗ്രസ് പ്രഖ്യാപിച്ച ഹർത്താലാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഒരു ഹർത്താലിന്റെ പ്രതീതി നിലവിൽ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പെട്ടെന്ന് പ്രഖ്യാപിച്ചൊരു ഹർത്താലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാരി വ്യവസായി സമിതി ഉൾപ്പെടെ വ്യാപാരികളൊക്കെ തന്നെയും ഹർത്താലിനോട് സഹകരിക്കില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദീർഘദൂര ബസ്സുകളൊക്കെ തന്നെയും സർവീസ് നടത്തുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഈ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന്റെ മറവിൽ വലിയൊരു സംഘർഷമാണ് കോൺഗ്രസ് സൃഷ്ടിച്ചത്. രാവിലെ 8 മണി മുതൽ തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിരുന്നു. എന്നാൽ കള്ളവോട്ട് ചെയ്യാനെത്തിയ ഒരു കോൺഗ്രസ് പ്രവർത്തകനെ പിടിച്ചതോടുകൂടിയാണ് പ്രശ്നങ്ങൾ സംഘർഷത്തിലേക്ക് വഴിമാറുന്നത്. ഷംജിത്തിനെയാണ്, മുൻ UDF കൗൺസിലർ കൂടിയാണ് അദ്ദേഹത്തെയാണ് ആദ്യം ഈ കള്ളവോട്ട് ചെയ്യാനെത്തിയതിനെ തുടർന്ന് പിടികൂടിയത്. അതിനു പിന്നാലെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. 14 കോൺഗ്രസ് പ്രവർത്തകരാണ് കള്ളവോട്ട് ചെയ്യാൻ എത്തിയത് എന്നതാണ് അവിടെയുള്ള ആളുകൾ ഉൾപ്പെടെ ആരോപിക്കുന്നത്. അത് പിന്നീട് വലിയ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് വഴിമാറുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഏതായാലും 61 വർഷങ്ങൾക്ക് ശേഷം ആ ബാങ്കിന്റെ ഭരണം കോൺഗ്രസിന് നഷ്ടമാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ ജനാധിപത്യ സംരക്ഷണ സമിതിയാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. CPMന്റെ പിന്തുണയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസ് വിമതപക്ഷം വിജയം നേടുന്നത്. 11 സീറ്റുകളിലേക്ക് മത്സരം നടന്ന 11 സീറ്റുകളിലേക്കും ജനാധിപത്യ സംരക്ഷണ മുന്നണി വിജയിക്കുന്നു. അങ്ങനെ 61 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിന് ഭരണം നഷ്ടമാകുന്നു. ഈ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നത് കോഴിക്കോട് ജില്ലയിലെ വലിയൊരു സഹകരണ ബാങ്കാണ്. ഇവിടെ കഴിഞ്ഞ കുറെ കാലങ്ങളായി വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു വിമത വിഭാഗം രൂപീകരിക്കപ്പെടുന്നത്. അവിടെയുള്ള പ്രധാനപ്പെട്ട ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ ഉൾപ്പെടെ കോൺഗ്രസ് പിന്നീട് പുറത്താക്കുന്നു. ഈ ബാങ്ക് ഇതിനു മുൻപ് വിവാദത്തിൽപ്പെടുന്നത് സുധാകരന്റെ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ്, മനു, വിനിഷ. അതായത് ഈ ബാങ്കിൽ വിമതർ ജയിച്ചാൽ ജീവൻ വേണോ അല്ലെങ്കിൽ ജീവിക്കണോ എന്നതുൾപ്പെടെയുള്ള ഒരു ഭീഷണി പ്രസംഗം സുധാകരൻ നടത്തിയിരുന്നു. കൊല്ലും എന്ന രീതിയിലായിരുന്നു ആ പ്രസംഗം ഉണ്ടായിരുന്നത്. അതുൾപ്പെടെ പൂർണ്ണമായും ഇവിടെയുള്ള ആളുകൾ തള്ളിക്കളഞ്ഞു എന്നതാണ് ഈ ബാങ്ക് റിസൾട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഉച്ചവരെ വലിയ പ്രശ്നങ്ങൾ ഇന്നലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സുഗമമായ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു. ഏകദേശം തോൽക്കും എന്ന് ഉറപ്പായപ്പോൾ തന്നെയാണ് കോൺഗ്രസ് ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുന്നത്. അതായത് വോട്ട് ചെയ്യാൻ എത്തിയ ആളുകളെ തടഞ്ഞു എന്നതുൾപ്പെടെയുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ കള്ളവോട്ട് ചെയ്യാൻ എത്തിയ ആളുകളെ തടഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിനു പിന്നാലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, കോൺഗ്രസ് MP-യുടെ നേതൃത്വത്തിൽ MK രാഘവൻ ഉൾപ്പെടെ നേതൃത്വം നൽകിക്കൊണ്ട് റോഡ് തടയുന്ന സാഹചര്യങ്ങൾക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ നീങ്ങി. അതുകൊണ്ട് പല ആളുകൾക്കും വോട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഇന്നലെ ഉണ്ടായിരുന്നു. ഏതായാലും ഭരണസമിതിയിൽ നിലവിൽ 7 കോൺഗ്രസ് വിമതരും 4 CPM പ്രവർത്തകരുമാണ് ഉള്ളത്. അങ്ങനെ 61 വർഷങ്ങൾക്ക് ശേഷം ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിലെ ഭരണം കോൺഗ്രസിന് നഷ്ടമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. കോടതിയെ സമീപിക്കും എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഏതായാലും അതിൽ പ്രതിഷേധിച്ച് ഇന്നലെ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം കോൺഗ്രസ് പിന്നീട് ഉയർത്തി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഹർത്താൽ നടക്കുന്നത്. ഏതായാലും ഇപ്പോൾ 8 മണിയോട് അടുക്കുന്നു. രാവിലെ 6 മണി മുതലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ ഹർത്താലിന്റെ പ്രതീതിയൊന്നുമില്ല. ജനങ്ങൾ പാടെ തള്ളിക്കളഞ്ഞു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ബസ് സർവീസ് ഒക്കെ തന്നെയും നടക്കുന്നുണ്ട്. നാഷണൽ ഹൈവേ കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ ഉൾപ്പെടെ ബസ്സുകൾ ഓടേണ്ട സാഹചര്യമൊക്കെ തന്നെയുമുണ്ട്. പ്രൈവറ്റ് വാഹനങ്ങൾ ഉൾപ്പെടെ ഓടുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. വാഹനങ്ങൾ തടയില്ല എന്നതാണ് തങ്ങളുടെ നിലപാട് എന്നതാണ് DCC പ്രസിഡന്റ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഏതായാലും 10:30 ഒരു പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെ നിലവിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെ വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിന് ഭരണം നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവിടെ കോൺഗ്രസിൽ നിന്ന് വിമതർ വന്നപ്പോൾ K. സുധാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസിനെതിരായി നിങ്ങൾ വോട്ട് ചെയ്താൽ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല, ഇല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ, വധഭീഷണി അടക്കമുണ്ടായി. ശൂലം വരുമ്പോൾ എവിടെ നിന്നാണ് ശൂലം വരുന്നത് എന്നറിയാൻ പാടില്ല എന്നാണ് K. സുധാകരൻ പറഞ്ഞത്. ആ ഭീഷണി പോലും വകവയ്ക്കാതെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ അവിടെ തോൽപ്പിച്ചിരിക്കുന്നത് അവിടുത്തെ വോട്ടർമാർ.
അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയോടെ കോൺഗ്രസിന് സംഭവിച്ചിട്ടുണ്ട്. അത് മറികടക്കാനാണോ CPIM-ന് നേരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഒരു ഹർത്താലിലേക്ക് അവർ കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്? മനു, അതായത് അത്തരത്തിൽ തന്നെയാണ്. ഏകദേശം റിസൾട്ട് 7:30 കൂടിയാണ് പുറത്തു വന്നത്. അതിനു മുൻപേ തന്നെ കോൺഗ്രസ് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. കാരണം രാവിലെ 8 മണി മുതൽ തന്നെ വോട്ടെടുപ്പ് ഇന്നലെ ആരംഭിച്ചു. പക്ഷേ ആദ്യം പിടികൂടുന്നത് കള്ളവോട്ട് ചെയ്യാനെത്തിയ ഒരു കോൺഗ്രസ് പ്രവർത്തകനെയാണ്. അതാണ് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഈ കള്ളവോട്ട് ചെയ്യാൻ എത്തിയ ആളുകളെ ഒരു വിഭാഗം തടയുന്നു. അത് പിന്നീട് സംഘർഷത്തിലേക്ക് വഴിമാറുന്നു. പോലീസ് ലാത്തി വീശുന്നു. അങ്ങനെ ഉച്ചവരെ ഏകദേശം സംഘർഷഭരിതമായിരുന്നു വോട്ടെടുപ്പ്. അതിനുശേഷം സുഗമമായി നടന്നു. പക്ഷേ ഏകദേശം കൃത്യമായി തോൽവി ഭയന്നുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ സമരപരിപാടികൾ ഈ വോട്ടെടുപ്പ് നടക്കുന്ന സ്കൂളിന് മുൻപാകെ നടക്കുകയും ചെയ്തിരുന്നു. 4:30 കൂടിയാണ് കോൺഗ്രസ് നേതൃത്വം വാർത്താ സമ്മേളനം വിളിക്കുന്നത്. ആ വാർത്താ സമ്മേളനത്തിലാണ് നാളെ ഹർത്താൽ ആയിരിക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തുന്നത്. 7:30 റിസൾട്ട് വരുമ്പോൾ കോൺഗ്രസ് പരാജയപ്പെടുകയും ചെയ്തു. അതാണ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നത്. ഏതായാലും 61 വർഷങ്ങൾക്ക് ശേഷം കോഴിക്കോട്ടെ ഏറ്റവും പ്രമുഖമായൊരു സഹകരണ ബാങ്കിന്റെ ഭരണം കോൺഗ്രസിന് നഷ്ടമാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പിന്നാലെ കോടതിയെ സമീപിക്കും എന്നതാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 61 വർഷം എന്ന് പറയുമ്പോൾ ചില്ലറ കണക്കല്ല.